ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നിങ്ങളുടെ കുട്ടികളെ LKG UKG ഫുൾ സിലബസ് കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കായിട്ട് മലയാളം, ഇംഗ്ലീഷ്, ലെറ്റേഴ്സ്, മലയാളത്തിലെ എല്ലാ ലെറ്റേഴ്സും, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ബേസിക് ലെറ്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാ അക്ഷരങ്ങളും, മലയാളം റീഡിങ്ങിൻ്റെ ക്ലാസ്സസും, മലയാളം വായിക്കുവാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സസും, അതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്, ബിഗ് ആൻഡ് സ്മോൾ, റൈറ്റിംഗ്, ഇംഗ്ലീഷ് റീഡിംഗ്, ഫോണിക്സിൻ്റെ ക്ലാസ്സസ്, ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സസും, ഹിന്ദി ലെറ്റേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും മറുപടി നൽകുന്നതാണ്. ചിൽഡ്രൻ, സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ, അതുപോലെ ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കണം, വേണ്ടേ? അതിനായിട്ട് ഓരോ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കുവാനായിട്ടാകുന്നത്, കുട്ടികൾക്ക് എങ്ങനെയാണോ പഠിക്കുവാൻ കഴിയുന്നത്, അങ്ങനെയുള്ള രീതിയിൽ വളരെ എളുപ്പത്തിൽ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു തുടങ്ങുവാൻ പോകുവാണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇത് ഏത് ലെറ്റർ ആണെന്ന് അറിയാവോ? ഏതാണ് ലെറ്റർ? ഐ. നമ്മൾ ആൽഫബറ്റിൽ ഐ എന്ന് പറയാറുണ്ട്. ABCDEFGHI. ഐ. ഐ എന്നത് ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയാവോ? ഐക്കൊരു മീനിങ് ഉണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐയുടെ അർത്ഥം എന്താ? ഞാൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ഐ. ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറയാണ്, ഞാൻ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ഐയുടെ മീനിങ് ഞാൻ. ഐയുടെ കൂടെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അത് നിങ്ങൾക്കറിയാവോ? നോക്കാം. ഇതിൻ്റെ ഗ്രാമർ വശം ടീച്ചർ ഇപ്പോൾ പറയുന്നില്ല. ഐയുടെ കൂടെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതാണ് ടീച്ചർ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതേത് വാക്കാണ്? ഐ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ഞാൻ. ഐയുടെ മീനിങ് ഞാൻ. അപ്പോൾ ഞാൻ എന്ന് പറയേണ്ടതിന് അവിടെ എന്താ പറയുക? ഐ. ഞാൻ എന്ന് പറയേണ്ടടുത്ത് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഐ. 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 ഞാൻ എന്നതിന് ഐ. ഓക്കെ. ഐയുടെ കൂടെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നതാണ് ആം. AM. ആം. ആം എന്ന് പറഞ്ഞാൽ ആകുന്നു എന്ന് മലയാളത്തിൽ അർത്ഥമുണ്ട്. അതുപോലെ ആണ്. ആകുന്നു, ആണ്, ഞാനാകുന്നു, ഞാനാണ് എന്ന് നമ്മൾ പറയാറില്ലേ? ആകുന്നു എന്നും ആണ് എന്നുമൊക്കെ അർത്ഥമുണ്ട്, മീനിങ് ഉണ്ട്. ഓക്കെ. ആം എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നും പറയാം, ആണ് എന്നും പറയാം. ആം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ആം എന്ന് പറഞ്ഞാൽ ആകുന്നു, ആണ്. ഓക്കെ. അതുപോലെ ഇംഗ്ലീഷിലുള്ള മറ്റൊരു ലെറ്ററാണ് എ. എ. സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ. എ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ മീനിങ്? ഒരു. ഒരു. ഞാനൊരു എന്ന് കേട്ടിട്ടില്ലേ? ഞാനൊരു കുട്ടിയാണ്. ഒരു. ഐ എന്നും എ എന്നും നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ പഠിക്കാറുണ്ട്. ഐ, എ രണ്ട് വേർഡ് കൂടിയാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. എ എന്ന് പറഞ്ഞാൽ ഒരു. എ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു. എ, ഒരു. അപ്പോൾ ഐ പഠിച്ചു. ഐയുടെ അർത്ഥം എന്തായിരുന്നു? ഞാൻ. ആം. ആം എന്ന് പറഞ്ഞാൽ ആകുന്നു, ആണ്. എ എന്ന് പറഞ്ഞാൽ ഒരു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 3 വാക്കുകളും ഉപയോഗിച്ച് നമുക്കെങ്ങനെ ഒരു സെനൻസ് പറയാം നോക്കിയാലോ?
ഓക്കെ, ദാ ഈ കുട്ടി പറയാണ് ആം എ സ്റ്റുഡൻറ്റ്. ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു കുട്ടിയാണ്. ഞാനൊരു കുട്ടിയാകുന്നു, അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. പഠിക്കുന്ന ആൾ, പഠിതാവ്. ഓക്കെ, ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു. ഐ ആം എ സ്റ്റുഡൻറ്റ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, നിങ്ങളും പഠിക്കുന്ന കുട്ടികളല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയുക? ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാനൊരു കുട്ടിയാണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. പറഞ്ഞേ, ഐ ആം എ സ്റ്റുഡൻറ്റ്. നിങ്ങളൊരു കുട്ടിയല്ലേ? പഠിക്കുന്ന കുട്ടിയല്ലേ? അപ്പോൾ എങ്ങനെ പറയാ? ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഐ കഴിഞ്ഞാൽ ഐയുടെ കൂടെ ചേർക്കുന്നത് എന്താണ്? ആം. കൂടുതലും നമ്മൾ എന്താ ചേർക്കുക? ആം. ഐയുടെ കൂടെ നമ്മൾ കൂടുതൽ ചേർക്കുന്ന ഒരു വേർഡാണ് ആം. ഐ ആം. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം പറയാം. ദാ ഇതൊരു ആൺകുട്ടിയാണ്. ഐ ആം എ ബോയ്. ഞാനൊരു ആൺകുട്ടിയാണ്. ഐ ആം എ ബോയ്. ഞാനൊരു ആൺകുട്ടിയാണ്. പെൺകുട്ടിയാണെങ്കിലോ? ഐ ആം എ ഗേൾ. ഐ ആം എ ഗേൾ. ഞാനൊരു പെൺകുട്ടിയാണ്. ഐ ആം എ ഗേൾ. ഞാനൊരു പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? നിങ്ങൾ പറഞ്ഞേ. ഐ ആം എ ബോയ് എന്ന് പറയും. ഐ ആം എ ഗേൾ എന്ന് പറയും. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ എന്താ പറയുക? ഐ ആം എ ബോയ്. പെൺകുട്ടിയാണെങ്കിൽ എന്താ പറയുക? ഐ ആം എ ഗേൾ. ആൺകുട്ടിയാണെങ്കിൽ ഐ ആം എ ബോയ്. പെൺകുട്ടിയാണെങ്കിൽ എങ്ങനെയാ പറയുക? ഐ ആം എ ഗേൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനൊരു ആൺകുട്ടിയാണ്. ഞാനൊരു പെൺകുട്ടിയാണ്. ഞാനൊരു ആൺകുട്ടിയാണ്. ഞാനൊരു പെൺകുട്ടിയാണ്. നിങ്ങൾ എന്താണോ അത് പറയുക. ആൺകുട്ടിയാണെങ്കിൽ ഐ ആം എ ബോയ്. പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഐ ആം എ ഗേൾ. അപ്പോൾ നിങ്ങളുടെ പാരൻറ്റിനോട് നിങ്ങൾ പറയുക. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനോട് നിങ്ങൾ എന്താ പറയുക? ഐ ആം എ ബോയ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. പെൺകുട്ടിയാണെങ്കിൽ എന്താ പറയുക? ഐ ആം എ ഗേൾ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു പെൺകുട്ടിയാണ്. ഞാനൊരു കുട്ടിയാണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ആൺകുട്ടിയാണെങ്കിൽ ഐ ആം എ ബോയ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു ആൺകുട്ടിയാണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആകുന്നു. ഓക്കെ, പഠിച്ചില്ലേ? ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാരൻറ്റ് വിളിക്കുവാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ മറുപടി പറയും? നോക്കിയാലോ? അല്ലെങ്കിൽ നമുക്ക് ആദ്യം നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങളുടെ പേര് പറയൂ അല്ലേ? എങ്ങനെ പറയാം? ദാ ഈ കുട്ടി പറയാണ്, ഐ ആം മനു. ഞാൻ മനു ആണ്. ഐ ആം മനു. ഞാൻ മനു ആണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് ചേർത്ത് പറഞ്ഞേ. ഐ ആം രാഹുൽ. ഞാൻ രാഹുലാണ്. ഐ ആം അഷ്റഫ്. ഞാൻ അഷ്റഫാണ്. അതുപോലെ നിങ്ങൾ പറഞ്ഞേ. വെരി ഗുഡ്. ഐ ആം നിങ്ങളുടെ പേര് പറഞ്ഞേ. ഐ ആം ഓക്കെ. ഐ ആം മാളു. ഐ ആം മനു. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേര് പറയാം. ഐ ആം എന്ന് പറഞ്ഞ ശേഷം നിങ്ങളുടെ പേര് പറയാം. ഇനി നിങ്ങൾ നിങ്ങളുടെ പേരൻറ്റിനോട് എന്തൊക്കെ പറയും? ഐ ആം മനു. നിങ്ങളുടെ പേര് പറയാം കേട്ടോ. അപ്പോൾ ഈ കുട്ടി പറയാണ്, ഐ ആം മനു. ഐ ആം എ ബോയ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. പെൺകുട്ടിയാണെങ്കിൽ എന്ത് പറയാം? എന്താ പറയാ? ഓക്കെ, പറഞ്ഞോളൂ. ഐ ആം അമ്മു. ഐ ആം എ ഗേൾ. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, മനസ്സിലായോ? ഐ ആം, ഐയുടെ കൂടെ നമ്മൾ കൂടുതലും ചേർക്കുന്നതാണ് ആം. അതെന്തിനാണ് ചേർക്കുക? ഞാനാകുന്നു, ഞാനാണ് എന്ന് പറയാനായിട്ട്. ഞാനാകുന്നു അല്ലെങ്കിൽ ഞാനാണ് എന്ന് പറയാനാണ് നമ്മൾ ആം ഉപയോഗിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുവാണ്, നിങ്ങളുടെ പാരൻറ്റ് വിളിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയാം? നോക്കിയാലോ? ദാ
ഈ കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാവോ? റണ്ണിങ്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓടുവാണല്ലേ, ഓടിക്കൊണ്ടിരിക്കുകയാണ്, റണ്ണിങ്. അപ്പോൾ നിങ്ങളുടെ പേരൻറ്റ് വിളിക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? മദർ, ഐ ആം റണ്ണിങ്. മമ്മ, ഐ ആം റണ്ണിങ്. ഞാൻ ഓടുകയാണ്, ഞാൻ ഓടുന്നു. ഐ ആം റണ്ണിങ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റ് ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുവാണ്? ഐ ആം റണ്ണിങ്. ഞാൻ ഓടുന്നു. ഐ ആം റണ്ണിങ്. ഓടുകയാണെങ്കിൽ എന്താ പറയുക? ഐ ആം റണ്ണിങ്. ഐ ആം റണ്ണിങ്. ഇനി നിങ്ങൾ കുളിക്കുവാണെങ്കിൽ എന്താ പറയുക? ഐ ആം ബാത്തിങ്. ഞാൻ കുളിക്കുന്നു, ഞാൻ കുളിക്കുവാണ്. ഐ ആം ബാത്തിങ്. ഞാൻ കുളിക്കുവാണ്. ഐ ആം ബാത്തിങ്. നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ എന്ത് പറയാം? ഐ ആം സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങുവാണ്. ഐ ആം സ്ലീപ്പിംഗ്. ഐ ആം സ്ലീപ്പിംഗ്. നിങ്ങൾ ഫുഡ് കഴിക്കുവാണേലോ, ഫുഡ് കഴിക്കുന്ന ടൈമാണെങ്കിൽ ഐ ആം ഈറ്റിംഗ്. ഐ ആം ഈറ്റിംഗ്. ഞാൻ കഴിക്കുവാണ്. ഐ ആം ഈറ്റിംഗ്. ഐ ആം ഈറ്റിംഗ്. നിങ്ങൾ വായിക്കുകയാണെങ്കിലോ ഐ ആം റീഡിംഗ്. ഐ ആം റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പഠിച്ചു. നിങ്ങൾ പറഞ്ഞേ, ഐ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഞാൻ. ഐ, ഞാൻ. ആം എന്ന് പറഞ്ഞാൽ ആകുന്നു, ആണ് എന്നൊക്കെ അല്ലേ. എ എന്ന് പറഞ്ഞാൽ ഒരു. ഐ എം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്. ഐ എം എ നേഴ്സ്. ഞാനൊരു നേഴ്സാണ്. ഐ എം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നിങ്ങളുടെ പേര് പറയുവാണെങ്കിൽ ഐ ആം രാഹുൽ. ഞാൻ രാഹുലാണ്. ഐ ആം അഷ്റഫ്. ഞാൻ അഷ്റഫാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണേലോ ഐ ആം റീഡിങ്, ഐ ആം പ്ലേയിങ്, ഐ ആം സ്ലീപ്പിംഗ്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളൊരു ആൺകുട്ടിയാണെങ്കിൽ എന്തൊക്കെ പറയാം? ഐ ആം. നിങ്ങളുടെ പേരൻറ്റിനോട് നിങ്ങൾ പറയാ കേട്ടോ. എങ്ങനെയാ പറയാ? ഐ ആം മനു. ഐ ആം എ ബോയ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം റീഡിങ്. ഐ ആം റൈറ്റിംഗ്. ഐ ആം പ്ലേയിങ്. ഓക്കെ, പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ ശേഷം പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? ഐ ആം, ഞാനാകുന്നു, ഞാനാണ് എന്നൊക്കെയാണ് മീനിങ് വരിക. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.